നമസ്കാരം. നാം ജീവിക്കുന്നത് എന്തോ ഒരു സത്യത്തിൻ്റെ കാരണമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തെന്നാൽ 9 ഓട്ടകൾ ഉള്ള ഈ ശരീരം ഒരു ദ്വാരത്തിലും ക്യാപ്പില്ല. അങ്ങനെയുള്ള ശരീരത്തിൽ നിത്യവായു സഞ്ചാരം സാധ്യമാക്കിയിട്ടുള്ള ഒരു ശരീരം, ഒരു ജീവൻ. എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കഷ്ടം കഷ്ടം കഷ്ടം, സുഖം സുഖം സുഖം. ഇത് ഇങ്ങനെ ദുരതിക്രമമായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ദൈവത്തോട് ദിവസേന പോയി കഴിഞ്ഞാൽ തൻ്റെ കഷ്ടതകളെ പറ്റി പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ദൈവത്തിനും അയ്യോ പാവം, വളരെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണല്ലോ, നമുക്കൊന്ന് സഹായിക്കാം എന്ന് തോന്നി. പക്ഷേ കർമ്മബന്ധത്തെ താണ്ടി ഒരു കാര്യം ബ്രഹ്മാവിനും എഴുതല്ല നിർണയം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർമ്മബന്ധത്തിനെ താണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവങ്ങൾക്ക്. ദൈവം ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തു. ശരി, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കഷ്ടങ്ങൾ ഇല്ലെങ്കിൽ ദുരിതങ്ങൾ ഇല്ലെങ്കിൽ കർമ്മങ്ങൾ, ഇവ അനുഭവിക്കലാണ് നമ്മളുടെ ജീവിത ഉദ്ദേശം. വിധിച്ചീടിന കർമ്മം അടങ്ങുമ്പോൾ പതിച്ചീടുന്നു ദേഹം ഒരിടത്ത് എന്ന് ജ്ഞാനപ്പാനയിൽ. എന്നാൽ ശരി, ആയിക്കോട്ടെ, ഒന്ന് ചെയ്യൂ. ഒരു വിശേഷ ദിവസം പറയാം. ആ ദിവസം താങ്കളുടെ പ്രശ്നങ്ങളെല്ലാം എഴുതിക്കെട്ടി ഒരു പാർസലാക്കിയിട്ട് എൻ്റെ സന്നിധിയിൽ കൊണ്ട് വയ്ക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കഷ്ടങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്, ഒരാൾക്ക് മാത്രം ഉള്ളതല്ല. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു കഷ്ടത്തിനെ എടുത്തുകൊണ്ട് പോവാം എന്ന് നിശ്ചയിച്ചു അത്രേ. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചത് എനിക്ക് മാത്രമേ കഷ്ടമുള്ളൂ എന്നാണ്. അങ്ങനെ പല ആളുകളും ദൈവത്തോട് കഷ്ടങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം നിശ്ചയിച്ച ദിവസം വന്നപ്പോൾ ഓരോരുത്തരും അവരവരുടെ കഷ്ടങ്ങൾ എഴുതിക്കൂട്ടിയ ഭാണ്ഡങ്ങളുമായിട്ട് വരാൻ തുടങ്ങി. ഒരാൾ വരുമ്പോഴുണ്ട് എൻ്റെ കീശയിൽ നിന്നും ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, ആ കഷ്ടങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അത് വെച്ചു. ഇന്നൊരാൾ വരുമ്പോൾ തൻ്റെ തലയിലൊരു ഭാണ്ഡവുമായിട്ടാണ് വരുന്നത്. ഒരു ഭാണ്ഡക്കട്ട്, കഷ്ടങ്ങളുടെ കട്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചു. ഇന്നൊരാൾ വരുന്നുണ്ട്, പ്രതാപിയാണ്, വലിയ മന്ത്രിയാണ്. അദ്ദേഹവും വരുന്നുണ്ട്, ഒന്നും കാണുന്നില്ല, കൈവീശിക്കൊണ്ട് വരുന്നുണ്ട്.
എന്താണ് ഒന്നുമില്ലേ എന്ന് ആരാഞ്ഞപ്പോൾ ഉണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ ഭാണ്ഡമാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് തൂക്കാൻ വയ്യ, അതുകൊണ്ട് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ പ്രശ്നക്കെട്ടുകൾ എടുത്ത് ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചു. ദൈവം പറഞ്ഞു, ആദ്യത്തെ ഒരു ബെല്ല് മണി അടിക്കുമ്പോൾ, മുഴങ്ങുമ്പോൾ ആ തട്ട് എൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. അതിനുശേഷം കർമ്മബന്ധമാണല്ലോ, അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു കട്ട് താങ്കൾക്ക് എടുക്കണം. ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന. ഒരു മിനിറ്റ് എല്ലാവർക്കും ആലോചിക്കാനുള്ള സമയവും. എല്ലാവരും ദൈവത്തിൻ്റെ മുന്നിൽ ഫസ്റ്റ് ബെല്ലടിച്ചപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ മുന്നിൽ കണ്ട് എൻ്റെ പ്രശ്നഭാണ്ഡങ്ങളെ സമർപ്പിച്ചു. ഒരു മിനിറ്റ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ ദൈവം ബെല്ലടിച്ച് നിർത്തിയപ്പോൾ എല്ലാവരും ആലോചിച്ചു. നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആലോചനാ ശക്തിയുണ്ട്. ആറാം അറിവ് എന്ന് പറയുന്നതായിട്ടുള്ള നല്ലതും കെട്ടതും കണ്ടറിയാനുള്ള ശക്തി എന്നുള്ളതുണ്ട്. എല്ലാവരും ആലോചിച്ചു. എല്ലാവരുടെയും ആലോചന എന്തായിരുന്നു എന്നാൽ, നമ്മളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് നമ്മൾ അറിയും. നമ്മളുടെ കഷ്ടങ്ങൾ എന്താണ് എന്നുള്ളതും നമ്മളുടെ ദുരിതങ്ങൾ എന്താണ് എന്നുള്ളതും, there is no rewards or punishments, all are consequences എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ നന്മ ചെയ്താൽ ഫലം നന്മ, തിന്മയ്ക്ക് തിന്മയെ ഫലം എന്നൊക്കെ പറയുന്ന രീതിയിൽ എല്ലാവരും ഒരേപോലെ ആലോചിച്ചു. നമ്മുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് നമുക്കറിയും, അടുത്ത ആളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ദൈവം കൊടുത്ത ആ ഒരു മിനിറ്റ് എല്ലാവരും ഒരുപോലെ ചിന്തിച്ചു. അവരവരുടെ തന്നെ എന്തൊക്കെ കൊണ്ടുവന്നുവോ അവരവരുടെ പ്രശ്നഭാണ്ഡങ്ങൾ എടുത്ത് അവരവരുടെ തലയിലും കീശയിലും വണ്ടിയിലുമായിട്ട് വെച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അവരവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതമായി എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കർമ്മങ്ങൾ അല്ലേ, പ്രാരബ്ധ കർമ്മങ്ങൾ, സഞ്ചിത കർമ്മങ്ങൾ, ആഗാമി കർമ്മങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട്. ഈ പ്രാരബ്ധ കർമ്മങ്ങൾ വരുമ്പോൾ തന്നെ ഉള്ളതാണ്, പറഞ്ഞ ശേഷം അപ് ടു ഡേറ്റ് ഏതക്ഷണ പര്യന്തം ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളാണ്. സഞ്ചിത കർമ്മങ്ങൾ സഞ്ചിയിൽ, മലയാളത്തിൽ പറഞ്ഞാൽ സഞ്ചിയിൽ വരുമ്പോൾ നമ്മൾ കൊണ്ടുവന്നതാണ് സഞ്ചിത കർമ്മങ്ങൾ. ആഗാമി കർമ്മങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് വരുന്ന കർമ്മങ്ങളാണ്. അങ്ങനെ ഇതൊക്കെ അനുഭവിച്ച് തീർന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരവരുടെ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നന്നായി ചെയ്യുന്നുണ്ടോ, വ്യക്തമായി ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ചെയ്യുന്നുണ്ടോ, അല്ല മറ്റുള്ളവർക്ക് അപകാരപ്രദമായിട്ടാണോ ചെയ്യുന്നത് എന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നവ അപരനും ആത്മസുഖത്തിനായി വരയണം എന്ന് നമ്മളുടെ നാരായണ ഗുരു ഉപദേശിച്ചതുപോലെ, മറ്റുള്ളവരുടെ
ഹിതത്തിനായിട്ടുള്ള പ്രവൃത്തി നമ്മൾ അറിയാതെ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമുക്ക് തീർച്ചയായും നന്മയുണ്ടാകും, കഷ്ടങ്ങൾ തീരും, കർമ്മബന്ധങ്ങൾ ഇവിടെ തന്നെ അവസാനിക്കും. ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള മോക്ഷ സാമ്രാജ്യം എല്ലാവർക്കും കിട്ടും. അതാണ് മനുഷ്യ ജന്മ ലക്ഷ്യം എന്നത് ഒരു ചെറിയ കഥയിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ എസ് ഫോർ ശാസ്ത്ര ഇപ്പോൾ തന്നെ 700-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് ലൈവ് ടെലികാസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങളുടെ പല രീതിയിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും മാറുവാനായിട്ട് ലൈവ് ടെലികാസ്റ്റ് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചാനൽ എല്ലാ മലയാളികളും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, കർമ്മസുകൃതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.